ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കാലത്ത് പത്തിരി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാദ്യം മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചുവന്നുള്ളിയും സവോളയും കൂടിയിട്ടൊന്ന് വാടി വരുമ്പോൾ തക്കാളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില ഉണ്ടെങ്കിൽ അതൊക്കെ കൂടിയിട്ടിട്ടൊന്ന് വാടി വരുമ്പോൾ പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ രണ്ടാം പാൽ ഒഴിക്കുക. രണ്ടാം പാൽ ഒഴിച്ചിട്ടൊന്ന് ചാറ് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇറക്കി വയ്ക്കുക. മല്ലിയില വിതറി കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ പത്തിരിയാണ്, നൈസ് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടുതലും ഒഴിക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലൊരല്പം ഓയിലും ഉപ്പും ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിൽ പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടുക. അത് നന്നായിട്ട് വേവണം കേട്ടോ പൊടി. വെള്ളമൊക്കെ വറ്റിയാൽ പൊടി നന്നായി വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒന്നൊന്ന് അടച്ച് വെച്ചിരുന്നിട്ട് 2-3 മിനിറ്റ്. അത് കഴിഞ്ഞിട്ടൊരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് ഉടയ്ക്കുക. കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റില്ല, നല്ല ചൂടാണ് അപ്പം ഉണ്ടാവുക. അപ്പോൾ ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് ഉടയ്ക്കുക. കുറച്ച് വലിയ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ അതുകൊണ്ട് ഉടച്ചാൽ തന്നെ ഒരു വിധമൊക്കെ സെറ്റാവും കേട്ടോ. അതിന് ശേഷം പിന്നെ ഒന്ന് ചൂടാറിയാൽ കൈ കൊണ്ട് നന്നായി കുഴയ്ക്കുക. അപ്പോൾ നന്നായിട്ട് പൊളച്ച് വരും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രസ്സിൽ വെളിച്ചെണ്ണ പരത്തിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊളച്ച് വരും. പിന്നെ ഞാൻ എല്ലാ ദിവസവും അരിപ്പൊടി വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ എല്ലാവരും തുടർന്നും കാണണം കേട്ടോ. ഒരാഴ്ചത്തെ ചലഞ്ചാണ്. അപ്പോൾ എല്ലാവരും കാണണം.